+1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നതിന് മുൻപേ കുറേയധികം ഫോർമുലാസുകൾ നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അതിലെ കുറച്ച് ഫോർമുലാസുകളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ ഫോർമുലാസുകൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. റേഡിയൻ മെഷർ തന്നിട്ട് അതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ വന്നാലും, ഡിഗ്രി മെഷർ തന്നിട്ട് റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും രണ്ട് ഫോർമുലയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ രണ്ട് ഫോർമുലയാണ് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഡിഗ്രി മെഷർ തന്നു, റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുന്നു. റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. ഡിഗ്രി മെഷർ തന്നിട്ട് റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യാൻ പറയുമ്പോൾ ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ റേഡിയൻ മെഷർ കിട്ടുന്നു. അതുപോലെ റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രി മെഷർ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 180/π എന്ന് പറയുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്തു പോകുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്തു പോകുമ്പോൾ π എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ π എന്നതിന് പകരം 22/7 എന്ന് പറയുന്ന വാല്യൂ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിംപ്ലിഫൈ ചെയ്തു പോകുന്നു. അവിടെ സിംപ്ലിഫൈ ചെയ്തു പോകുമ്പോൾ മുഴുവനായി ഡിഗ്രി മെഷർമെൻറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ എവിടേക്ക് മാറ്റും? മിനിറ്റിലേക്ക് മാറ്റും. വീണ്ടും നമ്മളതിനെ എവിടേക്ക് മാറ്റും? സെക്കൻഡ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് മാറ്റും. ഇത് മാറ്റുന്നത് എപ്പോഴാണ്? നമ്മളത് ചെയ്തു പോകുന്ന സമയത്ത് 40 ഡിഗ്രി എന്ന് പറയുന്ന ആശയം കിട്ടി. അതിനുശേഷം വീണ്ടും നമ്മൾക്ക് ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് റാഷണൽ ഫോമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ ആ റാഷണൽ ഫോമിൽ നിൽക്കുന്നതിനെ മാത്രം നമ്മൾ എവിടേക്ക് മാറ്റും? മിനിറ്റിലേക്ക് മാറ്റും. വീണ്ടും റാഷണൽ പാർട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ എവിടേക്ക് മാറ്റും? സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ഫോർമുല പറയുന്നത് ഒരു സർക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കിൾ എന്ന് പറയുന്നതിൻ്റെ സെൻട്രൽ ആംഗിൾ തീറ്റ റേഡിയൻ ആണ് വരുന്നതെങ്കിൽ ആ സെൻട്രൽ ആംഗിൾ കണ്ടെത്താനുള്ള ഫോർമുലയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആർക്ക് ലെങ്ത്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സെൻട്രൽ ആംഗിൾ ആയിരിക്കും. നമ്മൾ പഠിക്കുന്നത് തീറ്റ ഈക്വൽ ടു L/R എന്ന് പറഞ്ഞ ആശയമാണ്. എന്താണ് തീറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ് തീറ്റ വരിക. അത് റേഡിയൻ മെഷറിലാണ് കിട്ടുന്നത്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നതിനെ L എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തു, റേഡിയസിന് R എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തു. അപ്പോൾ തീറ്റ ഈക്വൽ ടു L/R തന്നെയാണ് അവിടെ പറയുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക, L ഈക്വൽ ടു R തീറ്റ എന്ന് പറഞ്ഞു നമുക്ക് ഈ ഫോർമുല ഓർമ്മയിൽ വെക്കാം. sin x ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു z. sin x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആകുന്നത് x എന്ന് പറയുന്നത് പൈൻ്റെ മൾട്ടിപ്പിൾസുകൾ വരുമ്പോഴാണ് 0 ആകുന്നത്. അതുപോലെ കോസ് എന്ന് പറയുന്നത് 0 ആകുന്നത് x എന്ന് പറയുന്നത് 2n+1 π/2, അതായത് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് കോസിന്റെ വാല്യൂസ് എന്തായിട്ട് മാറുന്നത്? 0 എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറുന്നത്. sin² x + cos² x = 1 ഒരു ഐഡന്റിറ്റി ആണ്. sin² x-നോട് കൂടി cos² x ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. ഈ x എന്ന് പറഞ്ഞ പൊസിഷനിൽ ഏത് ആംഗിൾ വരികയാണെങ്കിലും sin² x + cos² x എന്താണ്? 1 തന്നെയാണ്. 1 + tan² x എന്ന് പറഞ്ഞാൽ എന്താണ്? sec² x ആണ്. 1 + cot² x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cosec² x ആണ്. അതുപോലെ തന്നെ sin - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -sin x ആണ്. cos - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x എന്ന് പറഞ്ഞ ആശയമാണ്. അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ടേബിളിൻ്റെ വാല്യൂസുകളാണ്. അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടത് π/6, π/4, π/3. ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നത്. sin π/6 എന്ന് പറയുന്നത് 1/2. അപ്പോൾ cos π/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇവിടെ 1/2 ആണെങ്കിൽ ഇവിടെയും എന്താണ്? 1/2 ആണ്. ആദ്യം നിങ്ങളിത് പഠിക്കേണ്ട ഒരു ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ π/4 അഥവാ 45 ഡിഗ്രി എന്ന് പറയുന്നതിൽ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ 1/√2 ആണ്. രണ്ടും എന്താണ്? 1/√2 ആണ്. അപ്പോൾ ടാനിൻ്റെ വാല്യൂ എന്ത് വരും? 1 എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നു. അപ്പോൾ ആദ്യം ഇത് പഠിച്ചു വെക്കുക. സൈനിൻ്റെയും കോസിൻ്റെയും 45 ഡിഗ്രി മെഷർമെൻറ്റിൽ ആൻസർ എപ്പോഴും എന്താണ്? 1/√2 ആണ്. sin π/6 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ cos π/3 എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇവിടെ 1/2 ആണ് വരുന്നതെങ്കിൽ π/3 എത്രയാണ് വരിക? √3/2 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ sin π/3 √3/2 ആണെങ്കിൽ cos π/6 എന്ന് പറയുന്നത് എന്തായിരിക്കും? √3/2 ആയിരിക്കും.
അപ്പോൾ ഈ ഒരു കണക്ഷൻ ഓർമ്മയിൽ വെച്ചുകൊണ്ട് പഠിക്കാം. സെൻട്രൽ വരുന്നത് ഈക്വലായ വാല്യൂസ് ആണ്. ഇവിടെ 1/2 ആണെങ്കിൽ ഡയഗണൽ ആയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം 1/2 ആണ് വരുന്നത്. അതേമാതിരി ഇവിടെ √3/2 ആണെങ്കിൽ ഇവിടെയും എന്താണ് വരുന്നത്, √3/2 എന്ന് പറഞ്ഞ ആശയമാണ് വരുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 മെഷർമെൻറ്റുകൾ നിർബന്ധമായും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. കുറേ ചോദ്യങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ടേബിൾ എന്ന് പറയുന്ന കാര്യത്തിൽ വാല്യൂസുകൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട മെഷർമെൻറ്റുകളെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം 0 മുതൽ 2π വരെ വരുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നതിനെ 4 ക്വാഡ്രൻറ്റുകളാക്കിയിട്ട് നമുക്ക് ഭാഗിക്കാം. ഈ ശരിക്കും 0 മുതൽ 2π വരെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർക്കിൾ റൊട്ടേഷൻ പൂർത്തിയാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു 2πയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, 0 എന്ന് പറഞ്ഞ പൊസിഷൻ ഇതാണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും അവിടെ തന്നെ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, 2π ആണ് പൊസിഷൻ വരിക. ഈ ടേബിൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്നതിലുള്ള വാല്യൂസുകളും അതുപോലെ 2π എന്ന് പറയുന്നതിലുള്ള വാല്യൂസുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊസിഷൻ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. പൊസിഷൻ എന്ന് പറയുന്നത് എന്താ, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും തിരിച്ചത് 0യിലേക്ക് തന്നെ എത്തുമ്പോഴാണ് എന്താവുന്നത്, 2π എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അതായത് 1 കംപ്ലീറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യമാണ് 2π എന്ന് പറഞ്ഞ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിനെ 4 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെ നമ്മൾ ക്വാഡ്രന്റ് എന്നാണ് പറയുക. ഓരോ ക്വാഡ്രന്റിലും എന്തൊക്കെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസിന് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ വിപരീതമായ കൊസീക്ക് എന്ന് പറയുന്ന കാര്യം മാത്രമാണ് പോസിറ്റീവ് ആവുക, ബാക്കിയെല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ ടാനും അതിൻ്റെ വിപരീതമായ കോട്ടുമാണ് അവിടെ പോസിറ്റീവ് ആവുന്നത്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോകുന്ന സമയത്ത് കോസും അതിൻ്റെ വിപരീതമായ സീക്കുമാണ് അവിടെ പോസിറ്റീവ് ആവുന്നത്, ബാക്കിയെല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആശയം ഓർമ്മയിലുണ്ടെങ്കിൽ എന്ത് ഓർമ്മയിൽ വെച്ചാൽ മതി, ASTC എന്ന് പറഞ്ഞ ആശയം ഒന്ന് ഓർമ്മയിലേക്ക് വെക്കാം. ഇത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് പല സെൻറ്റൻസുകളും നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കെയർ എന്ന് പറഞ്ഞെടുക്കാറുണ്ട്. ASTC ഇതാണ് ഓർമ്മയിൽ ഉണ്ടാവേണ്ടത്. പിന്നെ ക്വാഡ്രന്റുകളെ എങ്ങനെ ആക്കുന്നത്, നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷൻ 0 വരും, അടുത്തത് π/2 വരും, അടുത്തത് π വരും, അടുത്തത് 3π/2 വരും, അടുത്തത് 0 അഥവാ വീണ്ടും എന്ന് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ പറയുക, 2π എന്ന് പറഞ്ഞ കാര്യമാണ് പറയുക. അപ്പോൾ 0 എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് എന്ത് വരുന്നത്, 2π എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. കുറേ അധികം ഫോർമുലാസുകൾ ഞാൻ ബോർഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുലാസുകൾ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഐഡിയ ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം, π/2 എന്ന് പറഞ്ഞ ആംഗിളും 3π/2 എന്ന് പറഞ്ഞ ആംഗിളും വരുമ്പോൾ π/2നോട് കൂടി എക്സ് ആഡ് ചെയ്താലും എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും സൈൻ എന്ന് പറയുന്നത് കോസിലേക്കാണ് കണക്ഷൻ പോവുക, കോസ് എന്ന് പറയുന്നത് സൈനിലേക്കാണ് കണക്ഷൻ പോവുക. പിന്നെ ഫോർമുല നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ ഇങ്ങനെ സിംബൽസിൽ ചെറിയ വ്യത്യാസം കാണാം. ഈ സിംബലിലുള്ള വ്യത്യാസം ശരിക്കും ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ π/2 - x എന്ന് പറഞ്ഞാൽ എവിടെയാണ് കിടക്കുക, ഇവിടെയാണ് കിടക്കുക. ഇവിടെ എല്ലാം പോസിറ്റീവാണ്, അതുകൊണ്ട് ഫോർമുലയിലും എന്തായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക, പോസിറ്റീവാണ് കാണുന്നുണ്ടാവുക. അതുപോലെ തന്നെ π/2 + x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വരിക. ഇവിടെ സൈനിൻ്റെ ഫോർമുലയും കൊസീക്കിൻ്റെ ഫോർമുലയും എടുത്താൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ അല്ലാത്ത കേസുകളൊക്കെ അവിടെ എന്താ കാണുക, നെഗറ്റീവ് ആണ് കാണുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയൊക്കെ നിങ്ങൾ, ഏതാണ് എക്സാമ്പിൾ നോക്കേണ്ടത്, cos π/2 + x. cos π/2 + x എന്ന് പറയുന്നത് എവിടേക്കാണ് കോസ് കണക്ഷൻ പോവുള്ളൂ, π/2 വന്നാലും 3π/2 വന്നാലും സൈൻ എക്സിലേക്കേ കണക്ഷൻ പോവുള്ളൂ. പിന്നെ അവിടെ നെഗറ്റീവ് ആണ് കൊടുത്തത്. അതിൻ്റെ കാരണം എന്താ, π/2 + x എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെ കോസിൻ്റെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഫോർമുലയിൽ എന്ത് വന്നത്, നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഞാൻ π/2ൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, 3π/2ൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഏതൊക്കെ കേസുകൾ വരും, π/2 + x വരും, π/2 - x വരും, 3π/2 + x വരും, 3π/2 - x വരും. അത്രയും ഫോർമുലാസുകൾ ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, π വരികയാണെങ്കിലും 2π എന്ന് പറഞ്ഞ കാര്യം വരികയാണെങ്കിലും കോസ് കോസിലേക്ക്, സൈൻ സൈനിലേക്ക്, ടാൻ ടാനിലേക്ക്, കോട്ട് കോട്ടിലേക്ക്, സീക്ക് സീക്കിലേക്ക്, കൊസീക്ക് കൊസീക്കിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മളത് പറഞ്ഞു വരുന്നത്. അപ്പോൾ π വരികയാണെങ്കിലും 2π വരികയാണെങ്കിലും 2π + x ആയിക്കോട്ടെ 2π - x ആയിക്കോട്ടെ, കോസ് എന്ന് പറയുന്നത് കോസിലേക്ക് തന്നെ പോവുള്ളൂ.
ടാൻ എന്ന് പറയുന്നത് ടാനിലേക്ക് തന്നെ പോകുള്ളൂ, സൈൻ എന്ന് പറയുന്നത് സൈനിലേക്ക് തന്നെ പോവുകയുള്ളൂ. ഇനി ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്? ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ക്വാഡ്രന്റ് എന്ന് പറയുന്നതിൽ ഒരു എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾ സൈൻ 2π - x എന്ന് പറഞ്ഞാൽ -sin x ആണ് എഴുതിയിരിക്കുന്നത്. സൈൻ 2π - x എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇത് sin x ആണ് കിട്ടുക. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. ആ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണമെങ്കിൽ 2π - x, ഇതാണ് 2π എന്ന് പറഞ്ഞ പൊസിഷൻ, -x എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. ഇവിടെ സൈനിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? -sin x ആണ് ഫോർമുല വരുന്നത്. അതുപോലെ സൈൻ 2π + x, 2π + x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് പോവുക? നേരെ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്കാണ് പോവുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ് സൈനിന്റെ വാല്യൂ? പോസിറ്റീവ് ആണ് വരുന്നത്. cos 2π - x, 2π - x എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെയാണ്. കോസിലേക്ക് കണക്ഷൻ പോകുള്ളൂ. ഈ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ് ആൻസർ? cos x തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരം ഫോർമുലാസുകളൊന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇതെല്ലാം കാണാതെ ഓർമ്മയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, sin x = sin y implies x = nπ + -1 whole raised to ny, n belongs to z. ഈ ഫോർമുല ഞാൻ ഇവിടെ എഴുതിയതിൻ്റെ കാരണം നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനുമായ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യും. അത്തരം ക്വസ്റ്റ്യൻസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഫോർമുലാസുകളോടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ആശയം പറയുമ്പോഴാണ് നമ്മൾ ഈ 3 ഫോർമുലയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നത്. sin x = sin y എന്ന് പറഞ്ഞ് കിട്ടിയാൽ അവിടെ നിന്ന് നമുക്ക് സൊല്യൂഷൻ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x = nπ + -1 whole raised to ny, n belongs to z. ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ നമ്മൾ yന്റെ വാല്യൂ മാത്രമേ കണ്ടുപിടിക്കുള്ളൂ, ബാക്കി ഇതിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ cos x = cos y ആണ് വരുന്നതെങ്കിലോ x = 2nπ ± y, n belongs to z. tan x = tan y ആണ് വരുന്നതെങ്കിലോ x = nπ + y, n belongs to z. ഇത്രയും ഫോർമുലാസുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുകളിലേക്കായിട്ടൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് കൺവേർട്ട് 31π/3 റേഡിയൻ ഇൻടു ഡിഗ്രി മെഷർ. 31π/3 റേഡിയൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഡിഗ്രി മെഷറിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എവിടേക്കാണ്? ഡിഗ്രി മെഷറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് 180/π കൊണ്ട് നമുക്ക് തന്ന റേഡിയൻ മെഷറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 31π/3 ഇൻറ്റു 180/π വിച്ച് ഇസ് ഈക്വൽ ടു പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 3 എന്ന് പറയുന്നത് 180യിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 60 ടൈംസ് ആണ് വരിക. 60 × 31 എന്ന് പറയുന്നത് 1860 ഡിഗ്രി. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ള എന്താണ്? കൺവേർട്ട് 20 ഡിഗ്രി 40 മിനിറ്റ്സ് ഇൻടു റേഡിയൻ മെഷർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രി മെഷറിലല്ല കിടക്കുന്നത്. ഡിഗ്രിയും ഉണ്ട്, അതുമാതിരി മിനിറ്റും ഉണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൊത്തം ഡിഗ്രിയിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. 20 ഡിഗ്രി 40 മിനിറ്റ് ഈക്വൽ ടു 20 40/60 ഡിഗ്രി. ഈ 40 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യം എത്രയേ ഉള്ളൂ? 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്. ഇതാണ് അതിൻ്റെ കണക്ഷൻ. നമ്മൾ അവിടെ നിന്ന് 40 മിനിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രിയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് 40 മിനിറ്റ് എന്ന് പറഞ്ഞ ആശയമാണ് നമുക്ക് വേണ്ടുള്ളൂ. അത് ഡിഗ്രിയുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 40/60, അത്രയും ഡിഗ്രിയാണ് കയറി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 2/3 ഡിഗ്രി എന്ന് പറയുന്നതാണ് എന്ത് വരിക? 40 മിനിറ്റ് വരിക. നമ്മൾ സാധാ ലെവൽ തന്നെ ചിന്തിക്കുക. 60 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോഴാണ് എന്ത് വരിക? 1 ഡിഗ്രി എന്ന് പറഞ്ഞ ആശയം വരിക. ഇവിടെ 40 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഫുൾ റൊട്ടേഷൻ എന്തായാലും വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ തന്നെ എന്ത് കാര്യം ഉറപ്പിക്കാം? ഒരിക്കലും 1 ഡിഗ്രി എന്ന് പറഞ്ഞ ആശയം എന്ത് വരില്ല? 40 മിനിറ്റ് എന്ന് പറഞ്ഞ ആരും വരില്ല. പിന്നെ അത് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്തരം കേസുകൾ വരുമ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40/60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും? 2/3 ഡിഗ്രി വരും. ആ 2/3 ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയാതെ നേരിട്ടിട്ട് ഉള്ളിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? 20 ഡിഗ്രി 40 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ
40 മിനിറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിനെ ഡിഗ്രിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ മിനിറ്റ് വരുന്ന കാര്യത്തിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് മൊത്തം ഡിഗ്രിയിലേക്ക് കണക്ട് ചെയ്യുക. ഡിഗ്രിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ 40/60 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 2/3 ആണ് ഡിഗ്രി. ഇത് ശരിക്കും മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ 20 × 3 60 വരും, +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62/3 ഡിഗ്രി. ഇപ്പോഴും ഇത് ഡിഗ്രിയിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ, റേഡിയൻ മെഷറിലേക്ക് മാറ്റണം. ഇനി അതിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റണമെങ്കിൽ 62/3 × π/180. എന്താണ് ചെയ്യേണ്ടത്, ഡിഗ്രി മെഷർ കംപ്ലീറ്റ് ആയിട്ടുള്ള ആശയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 31 വരും. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 90 എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 31π/180. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് sin x എന്ന് പറയുന്നത് 12/13 എന്ന് പറഞ്ഞ കാര്യമാണ്. കണ്ടെത്താനുള്ളത് cos 2x വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ശരിക്കും cos 2x എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. ഫോർമുല വരുന്ന ഇത്രയേ ഉള്ളൂ, cos 2x is equal to 1 - 2 sin square x. 1 - 2 sin square x എന്ന് പറഞ്ഞാൽ എന്താണ്, 1 - 2 sin x whole square. അതായത് 1 - 2 × sin x എന്ന് പറയുന്നത് എത്രയാണ്, 12/13 ആണ്. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്ത് എഴുതുക, 144 / 169 ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 169 - 288 / 169 which is equal to -119/169. അടുത്ത ചോദ്യത്തിൽ നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. Find the degree measure corresponding to 11/14 radians. 11/14 radians എന്ന് പറയുന്നതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 11/14 റേഡിയൻ ഈക്വൽ ടു 11/14 ഇൻറ്റു ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 11/14 ഇൻറ്റു 180/π. ഇവിടെ നോക്കാം നിങ്ങൾ, പൈ എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പയ്യന് 22/7 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യുന്നത് ഏത് കൺവേർഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രി മെഷറിലേക്ക് മാറ്റാൻ പറയുമ്പോൾ മാത്രമേ അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം, 11/14 ഇൻറ്റു 180/22/7. 11 22 എന്ന് പറയുന്നതിൽ 2 ടൈംസ് ആണ് വരിക, 7 14 എന്ന് പറയുന്നതിൽ 2 ടൈംസ് ആണ് വരിക, 180/4 ആണ് വരിക. 180/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. രണ്ടാമത്തെ സബ് ക്വസ്റ്റിൽ നമുക്ക് cos x എന്ന് പറയുന്നതിന്റെ വാല്യൂ -1/2 ആണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ x എന്ന് പറയുന്നത് 3rd ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ sin x ന്റെയും tan x ന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ട് മറ്റുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ആശയം ഒന്ന് ചിന്തിക്കുക. ABC, ഇവിടത്തെ ഈ ഒരു ആംഗിൾ x ആയിട്ട് നമ്മൾ എടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ cos x എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, -1/2 ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞ കാര്യം നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്ത് ആയിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 1 വരും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞ ആശയം ഉപയോഗിക്കാം. അതായത് AB എന്ന് പറഞ്ഞ ആശയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, √2² - 1² which is equal to √4 - 1 which is equal to √3. അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായി, √3 എന്ന് പറഞ്ഞ ആശയമായി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് sin x ആണ്. നമുക്ക് ആദ്യം കാണാനുള്ളത് sin x ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് √3/2. ഇതിങ്ങനെ എഴുതിയാൽ പോരാ, ക്വാഡ്രന്റ് ശ്രദ്ധിക്കണം. 3rd ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് sin x ന്റെ വാല്യൂ എന്ത് എഴുതാൻ പാടുള്ളൂ, -√3/2. tan x is equal to, tan x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ √3, അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1. √3/1 which is equal to √3. tan എന്ന് പറയുന്നത്
തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്ത് തന്നെയാണ് ആൻസർ വരിക? √3 തന്നെയാണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യത്തിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 31π/3. sin 31π/3 which is equal to, ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് സൈൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് 2π എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് ശേഷമാണ്. അതേപോലെ തന്നെയാണ് കോസിൻ്റെ കാര്യവും. ടാനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൈ എന്ന് പറഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യും? വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2π എന്ന് പറയുന്ന റിപ്പീറ്റേഷൻ ഉണ്ട്, 4π ഉണ്ട്, 6π ഉണ്ട്. അതായത് 2πൻ്റെ എല്ലാ മൾട്ടിപ്പിളിലും വാല്യൂ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആലോചിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. sin 31π/3 എന്ന് പറയുന്നതിനെ sin 10π + π/3 ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 30π + 1, 31π/3 എന്ന് പറഞ്ഞ കാര്യം കിട്ടും. 31π/3യുടെ മറ്റൊരു രൂപമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിലെ 10π എന്ന് പറഞ്ഞാൽ എന്താണ്? 2πൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ 31π/3യിൽ സൈനിൻ്റെ വാല്യൂ കണക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്താൽ മതി? ഇതിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ π/3 എന്ന് പറയുന്നതിലെ വാല്യൂ മാത്രം ആലോചിച്ചാൽ മതി. അതായത് എന്ത് വരും? sin π/3. ടേബിൾ ആശയപ്രകാരം sin π/3 എന്ന് പറയുന്നത് √3/2. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് cos x = -√3/2 എന്ന് പറഞ്ഞ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ. ആ ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും നമ്മൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നതിൻ്റെ രണ്ട് വാല്യൂസുകൾ കണ്ടുപിടിക്കുക. ആ വാല്യൂസുകൾ നമുക്ക് കിട്ടുന്നത് മെഷർമെൻറ്റുകളാണ്. ആ രണ്ട് മെഷർമെൻറ്റ്സുകൾ കണ്ടുപിടിക്കുക. ജനറൽ സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x = -√3/2 എന്ന് പറഞ്ഞ ആശയം നിലനിൽക്കുന്ന ഒരു മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക. തൊട്ട് മുന്നേ ഫോർമുല സെക്ഷനിൽ നമ്മൾ പറഞ്ഞ തിയറി സെക്ഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം എഴുതി വെക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? cos x = -√3/2. നമുക്കറിയാവുന്ന കാര്യം, we know that cos π/6 is equal to √3/2. π/6 എന്ന് പറഞ്ഞ മെഷർമെന്റിൽ വാല്യൂ എന്താണ്? √3/2 ആണ്. -√3/2 എന്ന് പറഞ്ഞ കാര്യമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ആലോചിക്കേണ്ടത് കോസ് എന്ന് പറയുന്നതിന് നെഗറ്റീവ് വരുന്ന കണക്ഷൻ ഏതൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. cos π - x = -cos x ഉം cos π + x = -cos x ഉം. പക്ഷെ ഇതിലെ ഒരു കാര്യം മാത്രമാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. നമ്മൾക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഏത് വാല്യൂവും 0, 360 അതിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് എഴുതുക. cos π/6 എന്ന് പറയുന്നത് √3/2 ആണ്. ആൻഡ് cos π - x = -cos x. നമ്മൾ ചെയ്യേണ്ടത് x എന്ന് പറയുന്നതിന് പകരം ഈ π/6 എന്ന് പറഞ്ഞ കാര്യം കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ cos π - π/6 = ഫോർമുല പ്രകാരം എന്താണ്? -cos π/6 which is equal to -cos π/6ന്റെ വാല്യൂ എന്താണ്? √3/2. അപ്പോൾ -√3/2 വരുന്നു. ഈ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? cos π × 6 എന്ന് പറഞ്ഞാൽ 6π വരും. 6π - π എത്ര വരിക? 5π/6. ഇതെന്താണ് വരുന്നത്? -√3/2 ആണ്. അപ്പോൾ -√3/2 കിട്ടുന്ന ഒരു മെഷർമെന്റ് എന്താണ്? 5π/6 എന്ന് പറഞ്ഞ ആശയമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? x = 5π/6. ഇപ്പൊ നമ്മൾ ഒരു വാല്യൂ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂ കിട്ടണം. രണ്ടാമത്തെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന മറ്റൊരു ഫോർമുലയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. we know that cos 2π - x = cos x. എപ്പോഴും കോസിന്റെ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ, പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. തൊട്ട് മുകളിൽ നമുക്ക് കിട്ടിയ x എന്താണോ അതേ x താഴേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ cos 2π - 5π/6 = cos 5π/6. ഇത് ശരിക്കും എന്താണ്? -√3/2 എന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം.
2π ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12π വരും. മൈനസ് 5π എന്ന് പറഞ്ഞാൽ 7π. കോസ് 7π/6 ഇസ് ഈക്വൽ ടു -√3/2. അർത്ഥമാക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കാം? 7π/6 എന്ന് പറഞ്ഞ കാര്യമായിരിക്കാം. ഇപ്പോൾ രണ്ട് വാല്യൂസുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം വരിക. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഏതൊക്കെയാണ് വരിക? 5π/6ഉം 7π/6ഉമാണ് പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ വരിക. ജനറൽ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് 5π/6 ആണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ജനറൽ സൊല്യൂഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് മതി? നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം മാത്രം കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനും ഇതുമായി ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് പറയുന്നത് -√3/2 ആയിരിക്കണം. അത് എന്തിനു തുല്യമാണ്? കോസ് 5π/6 എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമാണ്. ഇതിലെ ആദ്യത്തെയും അവസാനത്തെയും ടേം മാത്രം ഒന്ന് കണക്ട് ചെയ്യുക. കോസ് എക്സ് ഈക്വൽ ടു കോസ് 5π/6. ഇത് ഏത് ഫോമിലായി? കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറഞ്ഞ രൂപത്തിലായി. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എക്സ് കിട്ടണമെങ്കിൽ എന്താ ഫോർമുല? 2nπ ± y. അതേ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2nπ ± y എന്നതിന് പകരം ഇവിടെ നിലനിൽക്കുന്ന എന്താണ്? 5π/6, n belongs to z. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് സബ് ക്വസ്റ്റൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യത്തെ ചോദ്യം tan 13π/6 എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ടാൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് പൈക്കു ശേഷമാണ് വരുന്നത്. അപ്പോൾ പൈന്റെ മൾട്ടിപ്പിൾസിലും അതേ പ്രോപ്പർട്ടി തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടാൻ 13π/6ന്റെ വാല്യൂ കാണണമെങ്കിൽ ടാൻ 13π/6 എന്ന് പറയുന്നതിനെ 2π + π/6 എന്ന് പറഞ്ഞ ആശയത്തിൽ എഴുതാം. ഇത് ശരിക്കും എന്ത് തന്നെയാണ്? 13π/6 തന്നെയാണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2π × 6 12π വരും, പ്ലസ് π എന്ന് പറഞ്ഞാൽ 13π വരും, ഓൾ ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞ ആശയം വരും. അപ്പോൾ പൈ എന്ന് പറയുന്നതിൽ റിപ്പീറ്റേഷൻ വരുന്നുവെങ്കിൽ 2π ശേഷം എന്താണ്? അതേ കാര്യം തന്നെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? tan π/6 എന്ന് പറഞ്ഞ ആശയം മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1/√3. രണ്ടാമത്തെ സബ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് tan x തന്നിട്ടുണ്ട്, എക്സ് തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സും കോസ് എക്സുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. തൊട്ട് മുന്നേ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ആശയം ചിന്തിക്കുക. ABC, ഈ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ടാൻ ആണ്. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 1 വരും, അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 2 വരും. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം പ്രകാരം AC എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? √2² + 1² which is equal to √4 + 1 which is equal to √5. അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? √5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√5. ഓപ്പോസിറ്റ് സൈഡ് 1 വരും, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ √5 വരും. തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് സൈനിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അതുപോലെ കോസും എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2/√5. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 2π/3 റേഡിയൻസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി, cos 2π - x ഈക്വൽ ടു ഡാഷ്. രണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് ആദ്യത്തെ രണ്ട് സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 2π/3 റേഡിയൻ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2π/3 എന്ന് പറയുന്നതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പൈ ക്യാൻസൽ ചെയ്യാം. 3 എന്ന് പറയുന്നത് 180ൽ 60 ടൈംസ് ആണ് വരിക. 2 × 60 എന്ന് പറഞ്ഞാൽ എത്ര വരും? 120 എന്ന് പറഞ്ഞ ആശയം വരും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്? 120 ഡിഗ്രി. രണ്ടാമത്തെ ഡയറക്റ്റ് ഫോർമുലയാണ്. കോസ് 2π - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. അങ്ങനെ ഡയറക്റ്റ് ഫോർമുല ആയിട്ടും വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ കയറി വരാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് tan x = √3 എന്ന് പറഞ്ഞ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും നമുക്ക് കണ്ടുപിടിക്കണം. tan x എന്ന് പറയുന്നത് √3 ആണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ കാണണം. ജനറൽ സൊല്യൂഷൻ കാണണമെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ ഒരു മെഷർമെന്റ് മാത്രം കിട്ടിയാൽ മതി. ടേബിൾ വാല്യൂസുകൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. π/3 എന്ന് പറയുന്ന മെഷർമെന്റിൽ ടാനിന്റെ വാല്യൂ √3 ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണക്ട് ചെയ്യാം? tan π/3 എന്ന് പറയുന്നത്
√3 ആണ്. അതിന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? π/3 എന്ന് പറഞ്ഞ ആശയം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ tan x is equal to tan π/3 equal to √3. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് tan x √3 ആണെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടെത്തി tan π/3 എന്ന് പറയുന്നതും √3 ആണെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? tan x is equal to tan π/3 എന്ന് പറഞ്ഞ ആശയം പറയാം. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ഫോർമുല സെക്ഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് x is equal to nπ plus y എന്നതിന് പകരം എന്തെഴുതുക? π/3, n belongs to z. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് രണ്ട് വാല്യൂസുകൾ നമുക്ക് കിട്ടണം. എക്സിന്റെ ഒരു വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എക്സിന് കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ എന്താണ്? π/3 എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു വാല്യൂ കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പൈ എന്ന് പറയുന്നതിന് ശേഷം ടാനിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് tan π + x എന്ന് പറഞ്ഞ കാര്യത്തിനെ എങ്ങനെ ചിന്തിക്കാം? tan x എന്ന് പറഞ്ഞ കാര്യമായിട്ട് ചിന്തിക്കാം. ഈ എക്സിന് പകരം നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക? π/3 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. tan π + π/3 ഈക്വൽ ടു tan 3π + π എന്ന് പറഞ്ഞാൽ 4π വരും. അപ്പോൾ 4π/3 ഇത് എന്തിന് തുല്യമാണ്? √3ക്ക് തുല്യമാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4π/3 ആയിരിക്കും. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് x = π/3 x = 4π/3 ആയിരിക്കും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാല്യൂ ഓഫ് sin x ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ sin x-ന്റെ വാല്യൂ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. sin x-ന്റെ വാല്യൂ ആണെങ്കിലും cos x-ന്റെ വാല്യൂ ആണെങ്കിലും മാക്സിമം വാല്യൂ 1 ആയിരിക്കും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ sin x എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും നമ്പേഴ്സുകൾ അതിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് വന്നിട്ടുണ്ട്? അവിടെ 3 എന്ന് പറഞ്ഞ കാര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 3 എന്ന് പറഞ്ഞ കാര്യമാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് sin 225, sin π + x, sin π - x എന്നീ പറഞ്ഞ ഫോർമുലാസുകൾ നമുക്കറിയാം. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് ആലോചിക്കുന്ന സമയത്ത് sin 225 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin 180 + 45. ഇതേത് ഫോർമുലയാണ്? sin π + x എന്ന് പറഞ്ഞ ഫോർമുലയാണ്. sin π + x ന്റെ ഫോർമുല എന്താണ്? -sin x. ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? 45 ആണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും? -sin 45. -sin 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/√2. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. sin x = -√3/2 എന്ന് പറഞ്ഞതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ വരുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ആ രണ്ട് കാര്യങ്ങൾ, ആദ്യത്തത് sin π/3 എന്ന് പറയുന്നത് √3/2 ആണെന്ന് നമുക്കറിയാം. കൂടാതെ sin π + x എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? -sin x ന് തുല്യമാണ്. നമ്മൾ ചെയ്യുന്നത് x എന്ന് പറഞ്ഞ പൊസിഷന് പകരം π/3 എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല എന്തായിട്ട് മാറും? sin π + π/3 ഈക്വൽ ടു -sin π/3 മൈനസ് sin π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? √3/2 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, -√3/2 ആൻസർ കിട്ടുന്ന എപ്പോഴാണ്? π + π/3 മെഷർമെന്റ് വരുമ്പോഴാണ്. അതായത് π + π/3 എന്ന് പറയുന്നതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? 4π/3 ഈക്വൽ ടു -√3/2. അപ്പൊ x എന്ന് പറയുന്നത് എന്തായാലും മതി? 4π/3 എന്ന് പറഞ്ഞ കാര്യം ആയാൽ മതി. ഇപ്പൊ നമുക്കൊരു വാല്യൂ ആയിട്ടുള്ളൂ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വാല്യൂ കൂടി കണ്ടുപിടിക്കണം. രണ്ടാമത്തെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സൈനിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഫോർമുല sin 2π - x is equal to -sin x എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾ x എന്ന് പറയുന്നതിന് π/3 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ sin 2π - π/3 ഈക്വൽ ടു -sin π/3, അതായത് -√3/2. അപ്പോൾ -√3/2 കിട്ടുന്ന രണ്ടാമത്തെ മെഷർമെന്റ് ഏതാണ്? 2π - π/3. അതായത് sin 2π × 3 എന്ന് പറഞ്ഞാൽ 6π വരും. -π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5π/3 ഈക്വൽ ടു -√3/2. അതായത് x എന്ന് പറയുന്നത് 5π/3. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഏതൊക്കെയാ വരിക? 4π/3 ഉം
5π/3യുമാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ തന്നെ ജനറൽ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിട്ട് 4π/3 എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്, 5π/3 എന്ന് പറഞ്ഞ മറ്റൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതിലെ ഒരു കാര്യം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. sin x is equal to sin 4π/3 is equal to minus √3/2. ചോദ്യത്തിൽ നമുക്ക് തന്നിരുന്നത് sin x equal to minus √3/2 ആണ്. പിന്നെ നമ്മൾ കണ്ടെത്തി 4π/3 എന്ന് പറഞ്ഞ മെഷർമെന്റിൽ minus √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ എന്ത് പറയാം? sin x is equal to sin 4π/3 equal to minus √3/2. ഇതിപ്പോ ഏത് ഫോമിലാണ് കിടക്കുന്നത്? sin x equal to sin y എന്ന് പറഞ്ഞ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ x is equal to nπ plus minus 1 whole raised to n, y എന്നതിന്റെ പൊസിഷനിൽ ഇവിടെ എന്താണ്? 4π/3, n belongs to z. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ രണ്ട് സബ് ക്വസ്റ്റിനും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ ആണ്. ആദ്യത്തെ ചോദ്യം പറയുന്നത് 7π/6 റേഡിയൻ ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. 7π/6 എന്ന് പറയുന്നതിനെ ഡിഗ്രിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പൈ ക്യാൻസൽ ചെയ്യാം. 6 എന്ന് പറയുന്നത് 180ൽ 30 ടൈംസ് ആണ്. അപ്പൊ എത്ര വരും? 210 വരും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡിഗ്രിയിലല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കംപ്ലീറ്റ് ഡിഗ്രിയിലേക്ക് ആക്കണം. ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താ? 20 മിനിറ്റ് എന്ന് പറയുന്നതിനെ 20/60 ഡിഗ്രി എന്ന് പറഞ്ഞ് വിചാരിക്കാം. അപ്പോൾ മൊത്തം എങ്ങനെ എഴുതാം? 40 20/60 ഡിഗ്രി എന്ന് പറയാം. അതായത് 40 20/60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 ഡിഗ്രി. ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ പ്രോപ്പർ ആക്കുക. അപ്പോൾ 40 × 3 120 വരും, പ്ലസ് 1 121/3 ഡിഗ്രി. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 121/3 × π/180 which is equal to 121π/540. മൂന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ആൻസർ എവിടേക്ക് എത്തണം? 1 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തണം. അപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് അറിയാവുന്ന വാല്യൂസുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. 3 × sin π/6 എന്ന് പറയുന്ന വാല്യൂ 1/2 ഇൻറ്റു സീക്ക് π/3 അറിയില്ല, പക്ഷെ cos π/3 അറിയാം. cos π/3 എന്ന് പറഞ്ഞാൽ 1/2. അതിന്റെ റെസിപ്രോക്കലാണ് എന്ത് വരിക? സീക്ക് π/3 വരിക. അപ്പോൾ ഇവിടെ എത്ര വരിക? 2/1 മൈനസ് 4 × ഇതിലെ 5π/6 എന്ന് പറഞ്ഞ മെഷർമെന്റ് നമുക്ക് പരിചയമില്ലാത്ത മെഷർമെന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെ നമ്മൾ മുൻപ് എഴുതി വെച്ച ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ 5π/6നെ π-π/6 എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് തന്നെയാണ്? 5π/6 തന്നെയാണ്. cot π/4, tan π/4ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ cot π/4ന്റെ വാല്യൂ എന്താ വരിക? അതിന്റെ റെസിപ്രോക്കൽ, 1ന്റെ റെസിപ്രോക്കൽ എന്താ വരിക? 1 തന്നെയാണ്. which is equal to 3. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാൻ അവിടെ എന്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? 3 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. മൈനസ് 4 × sin π-x എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? sin x ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക? sin π/6 × 1 which is equal to 3 minus 4 × sin π/6 എന്ന് പറയുന്നത് 1/2 × 1 which is equal to 3 minus 2 which is equal to 1. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. sin 765 ഡിഗ്രി ഈക്വൽ ടു ഡാഷ്. നമുക്കറിയാം സൈനിന്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെൽ 2π ആണ്, അതായത് 360 ഡിഗ്രി ആണ്. 360ൽ റിപ്പീറ്റ് ചെയ്യും, അതുപോലെ തന്നെ 720ലും എന്ത് വരും? റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം കയറി വരും. അപ്പൊ നമുക്ക് 765 എന്ന് പറയുന്നതിനെ സൈൻ 720 + 45 which is equal to റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ എന്തിലെ വാല്യൂ നോക്കിയാൽ മതി? sin 45ലെ വാല്യൂ നോക്കിയാൽ മതി. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? 1/√2. ഇനി sin 405 ആണ് എടുക്കുന്നതെങ്കിൽ sin 405 എന്ന് പറയുന്നതിനെ 360 + 45 405 ആണ് കിട്ടുക. ഇവിടെയും 360 റിപ്പീറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? sin 45 എന്ന് പറഞ്ഞ ആശയം എഴുതാം. അപ്പോഴും ആൻസർ എന്ത് തന്നെയാണ് വരിക? 1/√2 എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ എന്താണ്? sin x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. x എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ cos x, sec x, tan x, cot x ഇത്രയും ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളുടെ വാല്യൂസ് കാണാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ആലോചിക്കുക. ഈ ആംഗിൾ x എന്ന് പറഞ്ഞ ആശയമായിട്ട് എടുക്കുക. ABC തന്നിരിക്കുന്നത് sin x ആണ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് √4
5 square minus 3 square which is equal to root 25 minus 9 which is equal to root 16 which is equal to 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? cos x is equal to അഡ്ജസന്റ് സൈഡ് 4 ആ വരിക, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് കൊടുക്കുക. അടുത്തത് sec x. നമുക്കറിയാം cos x എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് വരുന്നത്, sec x വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ റെസിപ്രോക്കൽ മാത്രം എടുക്കുക, -5/4. നെക്സ്റ്റ് കാണാനുള്ളത് tan x. tan x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 3 ആണ്, അഡ്ജസന്റ് സൈഡ് 4 ആണ്. 3/4 സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അടുത്തത് cot x. tan x എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് വരിക, cot x വരിക. അപ്പൊ എന്ത് വരും ആൻസർ, -4/3. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് sin x = √3/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് sin x √3/2 എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നത്, ഇത് തന്ന വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടേബിൾ മെഷർമെന്റിൽ തന്നെ ആദ്യത്തെ വാല്യൂ കിട്ടും. എത്രയാണ് വരുന്നത്, π/3 എന്ന് പറഞ്ഞ മെഷർമെന്റിലാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് പറയാം, x എന്ന് പറയുന്നത് π/3 ആകുമ്പോൾ sin x എന്ന് പറയുന്നത് എത്രയായിരിക്കും, √3/2 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. ഇനി നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടണം. അതിൽ ഒരു വാല്യൂ ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്, π/3 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ sin π - x is equal to sin x എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇതിലെ എക്സിന് പകരം π/3 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ sin π - π/3 is equal to ഫോർമുല പ്രകാരം എന്താണ് വരുന്നത്, sin π/3. sin π/3യുടെ വാല്യൂ എത്രയാണ്, √3/2 ആണ്. അതിന്റെ അർത്ഥം എന്താ, π - π/3 എന്താണ്, √3/2 തന്നെയാണ് കിട്ടുക. അതായത് sin 3π - π 2π/3 ഈക്വൽ ടു √3/2. അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 2π/3 ആവാം. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = π/3 വരും, x = 2π/3 വരും. ഇനി ജനറൽ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ sin x is equal to sin x എന്ന് പറയുന്നത് √3/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം π/3 എന്ന് പറയുന്നത് വരുമ്പോഴും എന്താണ്, √3/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, sin x is equal to sin π/3 equal to √3/2. ഇവിടെ അങ്ങനെ എന്ത് വരുന്നുണ്ട്, sin x equal to sin y എന്ന് പറഞ്ഞ രൂപം വരുന്നു. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താണ്, x is equal to nπ plus -1 whole raised to n into y-ന്റെ പ്ലേസിൽ എന്താണ് ഇവിടെ π/3, n belongs to z. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. tan x എന്ന് പറയുന്നത് -5/12 ആണ്. x ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുക്കുക. x എന്ന് പറഞ്ഞ ആംഗിൾ ABC. ഇവിടെ എങ്ങനെ tan x ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 5 വരും, അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 12 വരും. അങ്ങനെയാണെങ്കിൽ AC is equal to √12² plus 5² which is equal to √144 plus 25 which is equal to √169 which is equal to 13. അപ്പൊ AC എന്ന് പറഞ്ഞ സൈഡ് എത്ര വരും, 13 എന്ന് പറഞ്ഞ കാര്യം വരും. നമുക്ക് tan x എന്ന് പറയുന്നത് -5/12 ആയതുകൊണ്ട് cot x എന്ന് പറയുന്നത് അതിന്റെ നേരെ റെസിപ്രോക്കൽ എന്ത് വരും, -12/5 എന്ന് പറഞ്ഞ ആശയം വരും. sin x എന്ന് പറഞ്ഞ കാര്യം ഓപ്പോസിറ്റ് സൈഡ് 5 വരും, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 13 വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ അത് മാത്രം എഴുതിയാൽ മതി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക, cosec x. cosec x ഈക്വൽ ടു അപ്പൊ എന്ത് വരും, 13/5 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. cos x is equal to അഡ്ജസന്റ് സൈഡ് 12 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ 12/13. പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് കോസ് നെഗറ്റീവ് ആണ്. അടുത്തത് ഇതിന്റെ റെസിപ്രോക്കൽ sec x ഈക്വൽ ടു -13 ഡിവൈഡഡ് ബൈ 12. അപ്പൊ നമുക്ക് മൊത്തം 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളാണ് ആകെ ഉള്ളത്. അതിൽ 5 എണ്ണമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം, മൊത്തം 5 എണ്ണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. രണ്ടാമത്തെ സബ് ക്വസ്റ്റിൽ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷനും കണ്ടുപിടിക്കണം. cosec x ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ ട്രിഗണോമെട്രി ഇക്വേഷന്റെ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, cosec π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അതിന്റെ കാരണം sin π/6 1/2 ആണ്. അപ്പോൾ cosec π/6 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 ആയിരിക്കും. ശരിക്കും നമുക്ക് കിട്ടേണ്ടത് -2 ആണ്.
അതിനുവേണ്ടി കണക്ട് ചെയ്യുന്ന മറ്റൊരു ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത് കൊസീക്ക് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് കൊസീക്ക് എക്സ് ആണ്. ഇത് ശരിക്കും സൈനിലുള്ള അതേ കാര്യം തന്നെയാണ്. സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇനി ഞാൻ എക്സിന് പകരം പൈ ബൈ 6 എന്ന് പറഞ്ഞ കാര്യം ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ കൊസീക്ക് പൈ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു മൈനസ് കൊസീക്ക് പൈ ബൈ 6, അതായത് എത്ര വരിക, -2. കൊസീക്ക് പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 7 പൈ ബൈ 6 ഈക്വൽ ടു -2. അതിന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്നത് ഒരു മെഷർമെന്റ് എന്താ വരിക, 7 പൈ ബൈ 6 എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. രണ്ടാമത്തെ വാല്യൂ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല കൊസീക്ക് 2 പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ്. ഇവിടെ എക്സിന് പകരം നമ്മൾ പൈ ബൈ 6 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. 2 പൈ മൈനസ് പൈ ബൈ 6 ഈക്വൽ ടു മൈനസ് കൊസീക്ക് പൈ ബൈ 6. ഇതെന്താണ്, -2 ആണ് കിട്ടുന്നത്. അതായത് കൊസീക്ക് 12 പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 11 പൈ ബൈ 6 ഇസ് ഈക്വൽ ടു -2. അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറയുന്നത് 11 പൈ ബൈ 6 എന്ന് പറഞ്ഞ ആശയം ആവാം. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 7 പൈ ബൈ 6ഉം 11 പൈ ബൈ 6ഉമാണ് കിട്ടുന്നത്. ഇനി ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് -2 ആണ്. ആ -2 കിട്ടുന്ന മെഷർമെന്റ് ഏതാണ്, ഒന്ന് 11 പൈ ബൈ 6 ഉണ്ട്, ഒന്ന് 7 പൈ ബൈ 6 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, കൊസീക്ക് 7 പൈ ബൈ 6 എന്ന് പറഞ്ഞ ആശയം എഴുതാം. ഇവിടെ നോക്കുക നിങ്ങൾ, കൊസീക്ക് എക്സ് ഈക്വൽ ടു കൊസീക്ക് 7 പൈ ബൈ 6 എന്ന് പറഞ്ഞ ആശയമുണ്ട്. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യവും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ വരിക, ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് -1 ഹോൾ റേസ് ടു n. വൈ എന്ന് പറയുന്നതിന്റെ പൊസിഷനിൽ 7 പൈ ബൈ 6, n ബിലോങ്സ് ടു z. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഭൂരിഭാഗ ചോദ്യ പേപ്പറുകളിലും ആ ചോദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഇനി ബാക്കിയുള്ള ഫോർമുലാസുകളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.